ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ പ്രവർത്തിക്കുന്ന പോളിടെക്നിക് കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജ്, അതുപോലെ ടെക്നിക്കൽ സ്കൂളുകളിലേക്കുള്ള ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിൻ്റനൻസ് തസ്തികയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് February 4th ആണ്. ഇനിയും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. കാറ്റഗറി നമ്പർ 884/2025. ഇനി ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് ട്രേഡ്സ്മാൻ. സ്കെയിൽ ഓഫ് പേ നോക്കുവാണെങ്കിൽ 26,500 to 60,700 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് 3. ഇപ്പോൾ തന്നെ വേക്കൻസീസ് 3 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ജോബാണ്, നല്ലൊരു അവസരമാണ്. സാലറി സ്കെയിലുകൊണ്ടും ജോബ് പ്രൊഫൈലുകൊണ്ടും വളരെ അട്രാക്റ്റീവാണ്. നിങ്ങൾക്കറിയാം, ടീച്ചിങ് ജോബൊക്കെ ആകുമ്പോൾ നമ്മുടെ ഫ്ലെക്സിബിൾ ജോബാണ്. അതേപോലെ തന്നെ വേറെ വർക്ക് പ്രഷറോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഇതൊരു നല്ല മികച്ചൊരു അവസരമായിട്ട് കാണും. ഇനി ഏജ് ലിമിറ്റ് 18 to 36 ആണ്. ഇനിയും ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ ടെക്നിക്കൽ സ്കൂളിൽ നിന്നും അപ്രോപ്രിയേറ്റ് ട്രേഡ് പൂർത്തിയാക്കിയവർക്ക്, അതേപോലെ തന്നെ നമ്മുടെ ITA പൂർത്തിയാക്കിയവർക്ക്, ഇനിയും ഉയർന്ന ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ബിടെക് ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരിക്കും. ഇനിയും മുൻ വർഷത്തെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഹയർ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ സയൻസിൻ്റെയൊക്കെ എക്സാം ഈയിടെ ആയിരുന്നു കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ അത് ഹയർ ക്വാളിഫിക്കേഷൻസ് ഉള്ളവരൊക്കെ തന്നെ ആ എക്സാംസിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 വേക്കൻസി ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മികച്ചൊരു അവസരമായിട്ട് കാണുക. അപ്പോൾ ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ സയൻസിൻ്റെയൊക്കെ റിസൾട്ട് ഈയിടെ വന്നിട്ടുണ്ടായിരുന്നു. വളരെ വലിയൊരു വിജയമാണ് നമുക്ക് നേടാൻ സാധിച്ചത്. ആദ്യത്തെ 21 റാങ്കിൽ 1, 2, 3, 4, 5, 6, 7 തുടങ്ങിയ റാങ്കുകളെല്ലാം നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ITA മുതൽ ഡിപ്ലോമ ബിടെക് MTech MCA ക്വാളിഫിക്കേഷനുള്ള എല്ലാ കമ്പ്യൂട്ടർ സയൻസിലെ എക്സാമിൻ്റെ കോച്ചിങ് നമ്മൾ നടത്തുന്നതാണ്. നടത്തിയ എക്സാമിലെല്ലാം നമുക്ക് മികച്ച റിസൾട്ട്സാണ് കിട്ടിയത്. ജൂനിയർ ഇൻസ്ട്രക്ടറിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടി. പോളിടെക്നിക് ലെക്ചറിൻ്റെ റാങ്ക് വന്നപ്പം, അതേപോലെ തന്നെ നമ്മുടെ ഡേറ്റാബേസ് അസിസ്റ്റൻറ്റ് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ, ഈ ലിസ്റ്റൊക്കെ വരുമ്പോഴെല്ലാം നമ്മൾ ഇവരുടെ സക്സസ് സ്റ്റോറീസൊക്കെ നമ്മുടെ യൂട്യൂബ് സ്പേസിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സക്സസ് സ്റ്റോറീസൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് ഒരു എക്സാമിന് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്, എപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം, എങ്ങനെയാണ് നമ്മുടെ സബ്ജക്ട്സ് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഗൈഡൻസിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള എക്സാംസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ എക്സാം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വെബിനാർ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ യൂട്യൂബ് സ്പേസിൽ നമ്മൾ ലൈവ് പാർട്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡിങ്സ് കാണാവുന്നതാണ്. എൻഎസ് അക്കാഡമി ഇതിൻ്റെ ഓൺലൈൻ കോച്ചിങ് ഇത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ടും കൂടുതൽ ജോബ് റിലേറ്റഡ് വീഡിയോസിനുമായിട്ടൊക്കെ നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാവുന്നതാണ്. കോഴ്സിന് ജോയിൻ ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇത്രയും വേഗം നിങ്ങൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നിങ്ങൾക്ക് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് സമയമേ കിട്ടത്തുള്ളൂ. മെയ് ജൂണിലേക്ക് തന്നെ നമുക്ക് ഈ എക്സാം പ്രതീക്ഷിക്കാം. കാരണം ഡിസംബർ ലാസ്റ്റിലേക്കും ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ജാനുവരിയിലെ കലണ്ടറിൽ ആദ്യമേ തന്നെ എക്സാംസ് ഷെഡ്യൂൾ ചെയ്യാറുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കൊരു ഏപ്രിൽ മെയ് ജൂണിൽ ആ ഒരു ടൈമിലേക്ക് ഇതിൻ്റെ എക്സാം ഷെഡ്യൂൾ ചെയ്യും. അപ്പോൾ ഏറിയ നമുക്കൊരു 4-5 മാസമേ ഉള്ളൂ. നല്ലൊരു പോസ്റ്റാണ്. നിങ്ങൾ നന്നായിട്ട് എഫേർട്ട് ഇട്ട് പഠിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. കൂടുതൽ ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്.